Hi, welcome to Analysis by Nadi. Today we will discuss about the topic Ignou, MA Psychology, Personality Theories and Assessment, Module 2, State or Trait Approaches to Personality, second part video. So let's start Trait Approaches or Theories. These approaches explain personality in terms of traits, which are defined as relatively stable and consistent personal characteristics. Trait approach attempt to explain personality and differences between people in terms of their personal characteristics, to devise ways of measuring individual differences in personality traits and to use these measures for understanding and predicting a person's behavior. So നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടൈപ്പ് അപ്രോച്ചസ് ആണ് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ നമുക്കിനി ട്രേറ്റ് അപ്രോച്ചസ് എന്താണെന്നുള്ളത് നോക്കാം. സോ ഇതിൻ്റെ രണ്ടിനും വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേറ്റിൻ്റെ രീതിയിൽ നമ്മുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ് ചേഞ്ച് ആവുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് ട്രേറ്റ് അപ്രോച്ചസിലൂടെ പഠിക്കാൻ പറ്റുന്നത്. ഈ ട്രേറ്റ് അപ്രോച്ചസ് എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ ആണ്, അതുപോലെ കൺസിസ്റ്റൻ്റ് ആണ്, സ്ഥിരമാണ്. സോ അത് അവർക്ക് ജന്മനാ കിട്ടുന്ന ട്രേറ്റ് ആണ്. ഈ ഒരു അപ്രോച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് ഓരോ വ്യക്തികളുടെയും ഡിഫറൻസിനെ കുറിച്ചാണ്, അവരുടെ പേഴ്സണൽ ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ്. അതായത് വ്യത്യസ്തമായിട്ടുള്ള അവരുടെ പേഴ്സണൽ ക്യാരക്ടേഴ്സിനെ കുറിച്ചും അതുപോലെ അവരുടെ ഡിഫറൻസിനെ കുറിച്ചും അവരുടെ പേഴ്സണൽ ഡിഫറൻസിനെ കുറിച്ചൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാം. ഓരോ ട്രേറ്റ് മാറുന്നതനുസരിച്ച് ഓരോ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് വരുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഇതിനകത്ത് പഠിക്കാൻ പറ്റും. സോ ആ ട്രേറ്റിനനുസരിച്ച് അവരുടെ ബിഹേവിയറിനുള്ള മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. Type approaches assume that there are separate and discontinuous categories into which persons fit, whereas trait approaches assume that there are continuous dimensions such as warmth, extraversion, etc. that vary in quality as well as degree. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടൈപ്പ് അപ്രോച്ചസ് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമുക്ക് പഠിക്കാൻ പറ്റുന്ന എന്താണ്, നമ്മുടെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള കാറ്റഗറീസ് ആണ്. വ്യത്യസ്ത ടൈപ്പിലുള്ള ആളുകളെ കുറിച്ചുള്ള പഠനമായിരുന്നു അതുണ്ടായിരുന്നത്. പക്ഷേ ട്രേറ്റ് അപ്രോച്ചസ് അസ്യൂം ചെയ്യുന്നത് കണ്ടിന്യൂസ് ഡയമെൻഷൻ ആണ്. വാംത്ത്, അതുപോലെ എക്സ്ട്രാവേർട്ടഡ് ആയിട്ടുള്ള വ്യക്തികളുണ്ട്, ഇൻട്രോവേർട്ട് ആയിട്ടുള്ള വ്യക്തികളുണ്ട്, അതുപോലെ നല്ല വാംത്തുള്ള വ്യക്തികളുണ്ട്, വാംത്ത് കുറഞ്ഞ വ്യക്തികളുണ്ട്. ഇതിൻ്റെ ക്വാളിറ്റിയിലും അതുപോലെ അതിൻ്റെ ഡിഗ്രിയിലൊക്കെ വേരിയേഷൻസ് വരുന്നുണ്ട്. ഡിഗ്രി എന്ന് പറഞ്ഞാൽ എക്സാമ്പിളായിട്ട് വാംത്ത് കൂടുതലാണോ കുറവാണോ, അല്ലെങ്കിൽ എക്സ്ട്രാവേർഷൻ കുറവാണോ കൂടുതലാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിഗ്രി എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ ഒരു യൂണിറ്റിനകത്ത് പഠിക്കാനുള്ളത്, ഈ ഒരു ട്രേറ്റ് അപ്രോച്ചസിൽ പഠിക്കാനുള്ളത് ആൽപോർട്ടിൻ്റെ അതുപോലെ കാറ്റലിൻ്റെയും ഐസൻഗെൽഫോണിൻ്റെയും അതുപോലെ തന്നെ 5 ഫാക്ടർ മോഡൽ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആൽപോർട്ട്സ് ട്രേറ്റ് അപ്രോച്ച്. Alport is regarded as one of the most important and influential personality theorists. Several years ago, Alport went through the English dictionary and painstakingly recorded a list of 17,953 words that described personal traits. Alport and Oldbert, 1936. Obviously, it would be impractical to describe persons in terms of where they fall on roughly 18,000 traits. However, on the basis of these words, attempt was made to propose traits like dominance, friendliness, self-esteem, etc. This is called lexical approach to define personality trait. ആൽപോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണാലിറ്റി തിയറിസ്റ്റ് ആണ്. 17,953 വേർഡ്സ് വെച്ചിട്ട് ആൽപോർട്ടും അതുപോലെ തന്നെ ഓഡ്ബർട്ടും 1936 ഒരുപാട് കഷ്ടപ്പെട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്, റെക്കോർഡ് ചെയ്തുകൊണ്ട് ലിസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. 17,953 വേർഡ്സ് വെച്ചിട്ട്, പേഴ്സണൽ ട്രേറ്റ്സ് വെച്ചിട്ട്. ഓക്കെ, 18,000 ട്രേറ്റ്സ് വെച്ചിട്ട് ഒരു പേഴ്സൻ്റെ ട്രേറ്റ്സിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇംപ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ ഓൺ ദി ബേസ് ഓഫ് ദീസ് വേർഡ്സ് അറ്റംപ്റ്റ് വാസ് മെയ്ഡ് ടു പ്രൊപ്പോസ് ട്രേറ്റ്സ് ലൈക്ക് ഡോമിനൻസ്, ഫ്രണ്ട്ലിനെസ്, സെൽഫ് എസ്റ്റീം, എക്സെട്ര. ദിസ് ഈസ് കോൾഡ് ലെക്സിക്കൽ അപ്രോച്ച് ഡിഫൈൻ പേഴ്സണാലിറ്റി ട്രേറ്റ്. ഈ ഒരു വേർഡ്സ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഡോമിനൻസ്, അതുപോലെ ഫ്രണ്ട്ലിനെസ്, സെൽഫ് എസ്റ്റീം, എക്സെട്ര ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വേർഡ്സ് വെച്ചിട്ട് അവരുടെ ട്രേറ്റ്സിനെ മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ്. സോ ഈ ഒരു അപ്രോച്ചിനെയാണ് ലെക്സിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ ആൽപോർട്ട്, ട്രേറ്റ്സ് ആർ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പേഴ്സണാലിറ്റി ആസ് വെൽ ആസ് ദ സോഴ്സ് ഓഫ് ഇൻഡിവിജ്വാലിറ്റി. ട്രേറ്റ്സ് എന്ന് പറയുന്നത് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പേഴ്സണാലിറ്റിയാണ്. അതായത് പേഴ്സണാലിറ്റിയുടെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. പേഴ്സണാലിറ്റീനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ട്രേറ്റ്സ് തന്നെയാണ് എന്നുള്ളതാണ്. ആസ് വെൽ ആസ് ദ സോഴ്സ് ഓഫ് ഇൻഡിവിജ്വാലിറ്റി. ഇൻഡിവിജ്വാലിറ്റിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ട്രേറ്റ് ആണ്. He is known as ideographic trait theorist who has a strong belief that each person has some unique as well as some common characteristics that together form a unique combination of traits. അദ്ദേഹം അറിയപ്പെടുന്നത് ഐഡിയോഗ്രഫിക് ട്രേറ്റ് തിയറിസ്റ്റ് എന്നാണ്. അദ്ദേഹത്തിന് സ്ട്രോങ് ബിലീഫ് ഉണ്ടായിരുന്നു ഓരോ പേഴ്സണും കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ചേരുമ്പോൾ ഒരു യുണീക്ക് കോമ്പിനേഷൻ ഓഫ് ട്രേറ്റ്സ് ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ ഒരു സ്ട്രോങ് ബിലീഫ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഫോർ ആൽപോർട്ട്, ട്രേറ്റ് ഇസ് സംതിങ് ദാറ്റ് എക്സിസ്റ്റ് ബട്ട് റിമെയിൻ ഇൻവിസിബിൾ. ട്രേറ്റ് എന്ന് പറയുന്നത് എന്തോ ആണ്, പക്ഷേ അത് ഇൻവിസിബിൾ ആയിട്ട് നിൽക്കുന്ന ഒന്നാണ്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ്
ലൊക്കേറ്റഡ് സംവെയർ ഇൻ ദ നെർവസ് സിസ്റ്റം. അത് നെർവസ് സിസ്റ്റത്തിനകത്താണ് ലൊക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. വി ഇൻഫർ ദ എക്സിസ്റ്റൻസ് ഓഫ് എ ട്രേറ്റ് ബൈ ഒബ്സർവിംഗ് കൺസിസ്റ്റൻസീസ് ഇൻ ദ ബിഹേവിയർ ഓഫ് ദ പേഴ്സൺ. സോ നമുക്ക് ഈ എക്സിസ്റ്റൻസ് എപ്പോഴും കാണാൻ പറ്റും. സോ നമുക്ക് ഈ ഒരു എക്സിസ്റ്റൻസ് ഒബ്സർവ് ചെയ്യാൻ പറ്റും, അതിൻ്റെ കൺസിസ്റ്റൻസീസ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും, അവരുടെ ബിഹേവിയറിനെ നമുക്കിത് കാണാൻ പറ്റും ഓരോ വ്യക്തികളുടെയും. ഡിസിമിലർ സ്റ്റിമുലൈ ടെൻഡ് ടു അറൗസ് എ ട്രേറ്റഡ് റെഡിനെസ് വിത്തിൻ എ പേഴ്സൺ ആൻഡ് ദെൻ ട്രേറ്റ് മാനിഫെസ്റ്റസ് ഇറ്റ് സെൽഫ് ത്രൂ ദ വെറൈറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് റെസ്പോൺസസ്. വ്യത്യസ്തമായിട്ടുള്ള സ്റ്റിമുലൈക്ക് അനുസരിച്ച് വ്യത്യസ്ത രീതിയിലാണ് ഇത് എന്ത് ചെയ്യുന്നത്, ആ ഒരു ട്രേറ്റ് റെസ്പോൺസസ് ഉണ്ടാക്കുക. ഓൾ ദീസ് റെസ്പോൺസ് ആർ ഇക്വലന്റ് ഇൻ ദ സെൻസ് ദാറ്റ് ദേ സെർവ്സ് ദ ഫംഗ്ഷൻ ഓഫ് എക്സ്പ്രഷൻ ഓഫ് ട്രേറ്റ്. സോ അവർ എക്സ്പ്രസ് ചെയ്യുന്ന രീതിക്ക് അനുസരിച്ച് എന്ത് ചെയ്യും, അതിൻ്റെ സെൻസും എല്ലാ റെസ്പോൺസും ഇക്വലൻ്റ് ആയിട്ട് തന്നെയാണ് അവർക്ക് ഉണ്ടാവുക. സോ ടു ഇല്ലുസ്ട്രേറ്റ് ദിസ്, ലെറ്റ് us take an example of an employee working in the university office. His shyness is inferred from his inability to establish friendship with others, his avoidance of social gathering of the employees, his enjoyment with solitary entertainment activities, and his unwillingness to participate in discussion, etc. ഇതിനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു എംപ്ലോയി ആണ്, അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റി ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഷൈനസ് കാരണം അദ്ദേഹത്തിന് ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല മറ്റുള്ളവരുമായിട്ട്. മറ്റുള്ള എംപ്ലോയീസ് എല്ലാം അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു, അവോയ്ഡ് ചെയ്യുന്നു. മറ്റുള്ളവരൊന്നും അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നില്ല, അവരുടെ കൂടെ കൂട്ടുന്നില്ല. ഒറ്റയ്ക്കുള്ള എൻ്റർടൈൻമെൻറ്റ് മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്, അതായത് സോളിറ്ററിയാണ്. സോളിറ്ററി എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട. അദ്ദേഹത്തിൻ്റെ അൺവില്ലിങ്നെസ് ആണ് അദ്ദേഹത്തെ ആ രീതിയിലാക്കുന്നത്, അല്ലേ? സോ അതാണ് ഇതിനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞത്. ഓക്കെ, സോ ഇനി നമുക്ക് കോമൺ ആൻഡ് ഇൻഡിവിജ്വൽ ട്രേറ്റ്സ് എന്താണെന്ന് നോക്കാം. ആൽപോർട്ട് റെക്കഗ്നൈസ്ഡ് 2 മേജർ കാറ്റഗറീസ് ഓഫ് ട്രേറ്റ്സ്. ആൽപോർട്ട് പ്രധാനമായിട്ടും 2 മേജർ കാറ്റഗറി ആയിട്ടാണ് ട്രേറ്റിനെ തിരിക്കുന്നത്. ഒന്നാമതാണ് കോമൺ ട്രേറ്റ്, രണ്ടാമത് ഇൻഡിവിജ്വൽ ട്രേറ്റ്. Common traits are those traits which we share in common with many others in our culture. നമ്മൾ കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്ന ചില ട്രേറ്റ്സ് ആണ് കോമൺ ട്രേറ്റ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ബീയിങ് ക്വയറ്റ്, ഷോയിങ് ഡ്യൂ ടു റെസ്പെക്ട് ടു സീനിയേഴ്സ് ആൻഡ് മേക്കിംഗ് പൊളൈറ്റ് ബിഹേവിയർ ടു അതേഴ്സ് ആർ ദ ട്രേറ്റ്സ് വി ഷെയർ വിത്ത് അതേഴ്സ് ഇൻ ഇന്ത്യൻ കൾച്ചർ. ദിസ് ഇല്ലുസ്ട്രേറ്റ് ദ കോമൺ ട്രേറ്റ്സ്. കോമൺ ട്രേറ്റ് എന്ന് പറഞ്ഞ എക്സാമ്പിളായിട്ട് പറയുന്നത് എന്താണ്, മുതിർന്ന വ്യക്തികളെയൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ക്വയറ്റ് ആയിരിക്കും. അതൊരു കൾച്ചറൽ ആയിട്ടുള്ളൊരു കാര്യമാണ്, എല്ലായിടത്തൊന്നും അങ്ങനെയില്ല. പക്ഷെ നമ്മളെപ്പോഴും മറ്റുള്ളവരെ ബഹുമാനിക്കാൻ വേണ്ടി ക്വയറ്റ് ആയിരിക്കാറുണ്ട്. സോ ഇതാണ് common trait ആയിട്ട് പറയുന്നത്. Individual traits are also called personal dispositions are those traits which are unique to the person concerned, and Alport regarded individual traits to be more important than common traits. Individual traits എന്ന് പറയുന്നത് പേഴ്സണൽ ഡിസ്പോസിഷൻസ് ആണ്. ഈ ഒരു ട്രേറ്റ്സ് യുണീക്ക് ആണ്, ആ ഒരു പേഴ്സണിൽ മാത്രം ഉണ്ടാകുന്നതാണ്. ആൽപോർട്ട് റിഗാർഡ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ ട്രേറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ദാൻ കോമൺ ട്രേറ്റ്സ്, കോമൺ ട്രേറ്റിനെക്കാട്ടിലും. അക്കോർഡിംഗ് ടു ഹിം ദർ ആർ 3 ടൈപ്സ് ഓഫ് ഇൻഡിവിജ്വൽ ട്രേറ്റ്സ്. ആൽപോർട്ട് പറയുന്നത് 3 ടൈപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ട്രേറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഒന്നാമതാണ് കാർഡിനൽ ട്രേറ്റ്സ്. എന്താണ് കാർഡിനൽ ട്രേറ്റ്സ്? എ കാർഡിനൽ ട്രേറ്റ് ഇസ് എ ട്രേറ്റ് വിച്ച് ഈസ് സോ പെർവാസീവ്, dominant and outstanding in life that every behavior seems traceable to its influence. Most people do not have cardinal traits, but those who have them are well known by those traits. For instance, Mahatma Gandhi was having the cardinal traits of peace, loving and strong faith in non-violence, for which he is well known. കാർഡിനൽ ട്രേറ്റ്സ് എന്ന് പറയുന്നത് ട്രേറ്റ് ആണ് വിച്ച് ഈസ് സോ പെർവാസീവ്. പെർവാസീവ് എന്ന് പറഞ്ഞാൽ വ്യാപിക്കുന്ന എന്നുള്ള രീതിയിലാണ്, എല്ലായിടത്തേക്കും വ്യാപിക്കാൻ സാധിക്കുന്ന ഒരു രീതിയിലുള്ള ട്രേറ്റ് ആണ് കാർഡിനൽ ട്രേറ്റ് എന്ന് പറയുന്നത്. ഡോമിനൻ്റ് ആണ്, അതുപോലെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് നമ്മുടെ ലൈഫിൽ. എവറി ബിഹേവിയർ സീംസ് ട്രേസബിൾ ടു ഇറ്റ്സ് ഇൻഫ്ലുവൻസ്. ലൈഫിൽ ഏറ്റവും കൂടുതൽ ഡോമിനൻ്റ് ആയിരിക്കും, ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരിക്കും. എല്ലാ ബിഹേവിയറിനും നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ്. ട്രേസബിൾ എന്ന് പറഞ്ഞാൽ കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഇൻഫ്ലുവൻസ്. മോസ്റ്റ് പീപ്പിൾ ഡു നോട്ട് ഹാവ് കാർഡിനൽ ട്രേറ്റ്സ്. എല്ലാ പീപ്പിളിനും എന്തില്ല, കാർഡിനൽ ട്രേറ്റ്സ് ഒന്നുമില്ല. ബട്ട് ദോസ് ഹു ഹാവ് ദം, പക്ഷേ ആർക്കൊക്കെയാണോ അതുള്ളത്, ആർ വെൽ നോൺ ബൈ ദോസ് ട്രേറ്റ്സ്. സോ അവർ ആ ഒരു ട്രേറ്റിൻ്റെ പേരിൽ അറിയപ്പെടും എന്നുള്ളത് തന്നെയാണ്. ഫോർ ഇൻസ്റ്റൻസ്, മഹാത്മാഗാന്ധി വാസ് ഹാവിംഗ് ദ കാർഡിനൽ ട്രേറ്റ്സ് ഓഫ് പീസ്, ലവിംഗ് ആൻഡ് സ്ട്രോങ് ഫെയ്ത്ത് ഇൻ നോൺ വയലൻസ്, ഫോർ വിച്ച് ഹി ഈസ് വെൽ നോൺ. മഹാത്മാഗാന്ധിക്ക് ഉണ്ടായിരുന്നു സ്ട്രോങ് ആയിട്ടുള്ള കാർഡിനൽ ട്രേറ്റ് ആണ്. മറ്റുള്ളവർക്കൊന്നും ഇല്ലാത്തൊരു ട്രേറ്റ് ആണ് അത്. കാർഡിനൽ ട്രേറ്റ് മഹാത്മാഗാന്ധിക്ക് ഉണ്ടായിരുന്നു. സോ പീസ്, ലവിംഗ് ആയിരുന്നു അദ്ദേഹത്തിന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫെയ്ത്ത് ഉണ്ടായിരുന്നു, നോൺ വയലൻസിൻ്റെ. സോ അതുകൊണ്ടാണ് അദ്ദേഹം അത്രയും അറിയപ്പെട്ടത്, അല്ലേ? അടുത്താണ് സെൻട്രൽ ട്രേറ്റ്സ്. Central traits are those traits which are generally listed in a carefully written letter of recommendation. In fact, any trait named like friendliness, dominance, self-centeredness would be the example of central trait. സെൻട്രൽ ട്രേറ്റ്സ് എന്ന് പറയുന്നത് ഈ ഒരു ട്രേറ്റ് ഉണ്ടാകുന്നത് ജനറലി ലിസ്റ്റ് ചെയ്യുന്ന പോലെയാണ്, ഒരു കെയർഫുള്ളി റിട്ടൺ ലെറ്റർ പോലെ, റെക്കമെൻഡേഷൻ പോലെയൊക്കെ ഉള്ളതാണ്. ഇൻഫാക്ട് എനി ട്രേറ്റ് നെയിം ലൈക്ക് ഫ്രണ്ട്ലിനെസ്, ഡോമിനൻസ്, സെൽഫ് സെൻറ്റേർഡ്നെസ് വുഡ് ബി ദ എക്സാമ്പിൾ ഓഫ് സെൻട്രൽ ട്രേറ്റ്. സെൻട്രൽ ട്രേറ്റിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഫ്രണ്ട്ലിനെസ് പറയാം, അതുപോലെ ഡോമിനൻസ്, അതുപോലെ ഡോമിനൻ്റ് ആയിട്ടുള്ള ബിഹേവിയർ, അതുപോലെ സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ഉണ്ട്. അവരിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേഴ്സൺസ് ഒക്കെ, ഇതൊക്കെയാണ് സെൻട്രൽ ട്രേറ്റ്സിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. എവറി പേഴ്സൺ ഹാസ് സെവറൽ സെൻട്രൽ ട്രേറ്റ്സ് ആൻഡ് ദർ ആർ 5 to 10 മോസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ട്രേറ്റ്സ് ഇൻ ഈച്ച് പേഴ്സൺ അറൌണ്ട് വിച്ച് എ പേഴ്സൺസ് ലൈഫ് ഫോക്കസ്. ഓരോ പേഴ്സണൽ ലൈഫ് ഫോക്കസിനനുസരിച്ച് 5 to 10 മോസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ട്രേറ്റ്സ് ഉണ്ടായിരിക്കും ഓരോ വ്യക്തികളിലും എന്നുള്ളതാണ്. ഓക്കെ, അതാണ് സെൻട്രൽ ട്രേറ്റ്സ്. അടുത്താണ് സെക്കൻഡറി ട്രേറ്റ്സ്.
Secondary traits are traits which are less conspicuous, less consistent, less generalized, and less relevant to the definition of personality. For example, food habits, hairstyle, and specific attitudes are example of secondary traits. ലെസ് കൺസ്പിക്യൂസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധേയമല്ലാത്ത അല്ലെങ്കിൽ കണ്ണിൽ പെടാത്ത, നമുക്ക് കാണാൻ പറ്റാത്ത. സെക്കൻഡറി ട്രേറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റില്ല, പെട്ടെന്നൊന്നും കണ്ണിൽ പെടാത്ത ചില ട്രേറ്റ്സ് ആണ് കോൺസ്പിക്യൂസ് ട്രേറ്റ്സ് എന്ന് പറയുന്നത്. സോ സെക്കൻഡറി ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ലെസ് കോൺസ്പിക്യൂസ് ആണ്, അതായത് പെട്ടെന്നൊന്നും കാണാൻ പറ്റില്ല. ലെസ് കൺസിസ്റ്റന്റ് ആണ്, അത് സ്ഥിരമല്ല. ലെസ് ജേർണലൈസ്ഡ് ആണ്. ആൻഡ് ലെസ് റെലവൻറ്റ് ടു ദ ഡെഫിനിഷൻ ഓഫ് പേഴ്സണാലിറ്റി, അത് പേഴ്സണാലിറ്റിയിൽ അത്രയും റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, നമ്മുടെ ഹെയർ സ്റ്റൈല്, നമ്മുടെ സ്പെസിഫിക് ആറ്റിറ്റ്യൂഡ്സ് എല്ലാം ഇതിനകത്ത് വരുന്നതാണ്, സെക്കൻഡറി ട്രേറ്റ്സിനകത്ത് വരുന്നതാണ്. സോ ഇത് നമുക്ക് പെട്ടെന്നൊന്നും കണ്ണിൽ പെടാത്ത കാര്യങ്ങളാണ്. ഓക്കെ, all these traits are dynamic in the sense that they possess motivational power. ഈ ട്രേറ്റ്സ് എല്ലാം ഡൈനാമിക് ആണ്, സെൻസ് ദാറ്റ് പോസസ് മോട്ടിവേഷണൽ പവർ, അതെല്ലാം നമുക്ക് മോട്ടിവേഷണൽ പവർ തരുന്നതാണ്. ദോസ് ഇൻഡിവിജ്വൽ ട്രേറ്റ്സ് ഓർ ഡിസ്പോസിഷൻസ് വിച്ച് ആർ ഇൻറ്റൻസ്ലി എക്സ്പീരിയൻസ്ഡ് ആർ സെഡ് ടു ബി മോർ മോട്ടിവേഷണൽ. ഏതൊക്കെ ഇൻഡിവിജ്വൽസിൻ്റെ ട്രേറ്റ്സ് ആണോ അല്ലെങ്കിൽ ഡിസ്പോസിഷൻസ് ആണോ അവർക്ക് ഇൻറ്റൻസ്ലി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്, അതാണ് കൂടുതൽ മോട്ടിവേഷണൽ ആവുന്നത്. ദോസ് ഇൻഡിവിജ്വൽ ട്രേറ്റ്സ് വിച്ച് ആർ ലെസ് ഇൻറ്റൻസീവ്ലി എക്സ്പീരിയൻസ്ഡ് ത്രൂ പൊസസിങ് മോർ മോട്ടിവേഷണൽ പവർ ആർ സെഡ് ടു ബി മോർ സ്റ്റൈലിസ്റ്റിക്. ഇൻറ്റൻസീവ്ലി, അതായത് നമ്മുടെ ഉള്ളിലേക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ഇൻറ്റൻസീവ്ലി ആയിരിക്കും. അതായത് നമുക്ക് വളരെ ആഴത്തിൽ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, അവരുടെ മോട്ടിവേഷൻസ് ആഴത്തിലുള്ളതായിരിക്കും. പക്ഷേ ഏതൊക്കെ ഇൻഡിവിജ്വൽസിൻ്റെ ട്രേറ്റ്സ് ആണോ ഇൻറ്റൻസീവ്ലി എക്സ്പീരിയൻസ് അല്ലാത്തത്, കുറവായത്, ലെസ് ഇൻറ്റൻസീവ്ലി ആവുന്നത്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് അവർക്ക് ആഴത്തിലല്ലായിരിക്കും മോട്ടിവേഷൻ കൊടുക്കുന്നത്, അവരുടെ പെരിഫറിയിലായിരിക്കും, അതായത് പുറത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ചിലപ്പോൾ സ്റ്റൈലിഷ് ആയിട്ട് അവർക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിലും പക്ഷേ അവരത് എന്ത് ചെയ്യുന്നില്ല, ആഴത്തിൽ പറയുന്നില്ല. അവർക്ക് അതിൻ്റെ ഫീലിങ്സ് ഇല്ല, അതായത് ഇൻറ്റൻസീവ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ഇല്ല, അത് പെരിഫറിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് പുറത്ത് മാത്രമേ അവർക്ക് പറയാൻ പറ്റുള്ളൂ, അവർക്ക് ഉള്ളിലേക്ക് ആ ഒരു ഫീലിംഗ് എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ളതാണ്. അവർക്ക് മോട്ടിവേഷൻ സംഭവിക്കുന്നവരുടെ കോർ ഓഫ് ദ പേഴ്സണിലാണ്, അതായത് അവരുടെ ആഴങ്ങളിലാണ്. പക്ഷേ പെരിഫറിയിലുള്ളത് സ്റ്റൈലിസ്റ്റിക്സ് മാത്രമായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതിൻ്റെ ട്രൈറ്റ്സിൻ്റെ ഡൈനാമിക്കിനനുസരിച്ച് അതിൻ്റെ മോട്ടിവേഷൻ പവർ കൂടുകയോ കുറയോ ചെയ്യാം. സോ ഇൻഡിവിജ്വൽസിന് ആർക്കൊക്കെയാണോ അത് ഇൻറ്റൻസീവ്ലി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് അവരെയാണ് നമുക്ക് മോട്ടിവേഷൻ എന്ന് പറയാൻ പറ്റുക. ഏതൊക്കെ ഇൻഡിവിജ്വൽസിൻ്റെ ട്രേറ്റ്സ് ആണോ അവർക്ക് ലെസ് ഇൻറ്റൻസീവ്ലി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് മോട്ടിവേഷൻ പവർ ആർ സെഡ് ടു ബി മോർ സ്റ്റൈലിസ്റ്റിക്. അവരുടെ മോട്ടിവേഷൻ പവറൊക്കെ സ്റ്റൈലിസ്റ്റിക് ആയിട്ടായിരിക്കും അവർക്ക് പറയാൻ പറ്റുക, ആഴങ്ങളിലുള്ളതായിരിക്കില്ല. അക്കോർഡിംഗ് ടു ആൽപോർട്ട്, ഓൾ ദീസ് ഇൻഡിവിജ്വൽ ട്രേറ്റ്സ് ഫ്രം സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി വിച്ച് ഇൻ ടേൺ ഡിറ്റർമൈൻസ് ദ ബിഹേവിയർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ. അക്കോർഡിംഗ് ടു ആൽപോർട്ട്, എല്ലാ ഇൻഡിവിജ്വൽസിൻ്റെയും ട്രേറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി ഉണ്ടാക്കുന്നുണ്ട്, അത് ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട് ദ ബിഹേവിയർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ. അതാണ് ഒരു ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വലിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇൻ ഹിസ് വ്യൂ, ഓൺലി ബൈ ഫോക്കസിങ് അപ്പോൺ ദ യുണീക്നെസ് ഓഫ് ദ ഇൻഡിവിജ്വൽ. അദ്ദേഹത്തിൻ്റെ വ്യൂ അനുസരിച്ച് അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത് യുണീക്നെസ് ഓഫ് ദ ഇൻഡിവിജ്വലിലേക്കാണ്. എ സയൻറ്റിസ്റ്റിക് ആൻഡ് സബ്സ്റ്റാൻഷ്യൽ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് പേഴ്സണാലിറ്റി ഈസ് പോസിബിൾ. ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റാൻഷ്യൽ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് പേഴ്സണാലിറ്റി പോസിബിൾ ആണെന്നുള്ളതാണ്. സോ ആൽപോർട്ട് ആൾസോ ഹെൽഡ് ദാറ്റ് പേഴ്സണാലിറ്റി ഈസ് നോട്ട് എ മിയർ ബണ്ടിൽ ഓഫ് അൺറിലേറ്റഡ് ട്രേറ്റ്സ്. പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ബണ്ടിൽ ഓഫ് അൺറിലേറ്റഡ് ട്രേറ്റ്സ് അല്ല, ബന്ധമില്ലാത്ത ട്രേറ്റ്സുകളുടെ ഒരു ബണ്ടിലല്ല എന്ത് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. റാദർ ഇറ്റ് എംബഡീസ് എ യൂണിറ്റി, കൺസിസ്റ്റൻസി ആൻഡ് ഇൻ്റഗ്രേഷൻ ഓഫ് ട്രേറ്റ്സ്. ഒരുപാട് ട്രേറ്റ്സിൻ്റെ കൂടിച്ചേരലാണ്, അതിൻ്റെ കൺസിസ്റ്റൻസിയാണ്, അതിൻ്റെ യൂണിറ്റിയാണ് എന്ത് ചെയ്യുന്നത് അവരുടെ പേഴ്സണാലിറ്റി ട്രേറ്റിനെ പറയുന്നത്. This integration work is accomplished by self or proprium, as Alport has named it. In his view, the proprium or self develops continuously from infancy to death, and during this period, it moves through a series of stages. ഈ ഒരു ഇൻറ്റഗ്രേഷൻ ഓഫ് വർക്കാണ് അതിനെ എന്ത് ചെയ്യുന്നത്, പൂർണ്ണമാക്കുന്നത്. ബൈ സെൽഫ്, ഒരു സെൽഫായിട്ട്. സോ അദ്ദേഹം ഈ ഒരു സെൽഫിനെ പ്രോപ്രിയം എന്നുള്ള പേരിലാണ് പറയുന്നത്. അത് കണ്ടിന്യൂസ് ആയിട്ട് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഇൻഫാൻസി മുതൽ ഡെത്ത് വരെ. നമ്മൾ ജനിക്കുന്നത് മുതൽ മരണം വരെ എന്ത് ചെയ്യാൻ കണ്ടിന്യൂസ്ലി ഡെവലപ്പ് ആയിക്കൊണ്ടേയിരിക്കുകയാണ് ഒരു പ്രോപ്രിയം, നമ്മുടെ സെൽഫ് എന്ന് പറയുന്നത്. സോ ഈ ഒരു പീരീഡിനകത്ത് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, സീരീസ് ഓഫ് സ്റ്റേജസിലേക്ക് കടക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ. ഇതൊരു സീരീസ് ഓഫ് സ്റ്റേജസിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. സോ നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ സെൽഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. നമ്മൾ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ നമ്മുടെ സെൽഫ് ഡെവലപ്പ് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും മാറാം എന്നുള്ളതാണ്. അപ്പോൾ അത്രയാണ് ആൽപോർട്ടിൻ്റെ ട്രേറ്റ് അപ്രോച്ച് പറയുന്നത്. സോ അദ്ദേഹം രണ്ട് കാറ്റഗറി ആയിട്ട് ട്രേറ്റ്സിനെ തിരിച്ചിട്ടുണ്ടായിരുന്നു, കോമൺ ട്രേറ്റും ഇൻഡിവിജ്വൽ ട്രേറ്റും. സോ കോമൺ ട്രേറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ ഇൻഡിവിജ്വൽ ട്രേറ്റ്സിന് അദ്ദേഹം പ്രധാനമായിട്ടും 3 ടൈപ്പിലാണ് പറയുന്നത്: കാർഡിനൽ ട്രേറ്റ്, സെൻട്രൽ ട്രേറ്റ് ആൻഡ് സെക്കൻഡറി ട്രേറ്റ്സ്. സോ ഈ 3 ട്രേറ്റാണ് ഇൻഡിവിജ്വൽ ട്രേറ്റ് ആയിട്ട് അദ്ദേഹം പറയുന്നത്. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാറ്റൽസ് ട്രേറ്റ് അപ്രോച്ച് നോക്കാം. സോ എല്ലാവർക്കും ഈ ഒരു ക്ലാസ് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.